അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സ്ത്രീയുടെ ശബ്ദം ഔറത്താണോ എന്നുള്ള കാര്യമാണ്. അഥവാ ഒരു അന്യ സ്ത്രീയുടെ ശബ്ദം ഒരു അന്യ പുരുഷന് കേൾക്കുന്നത് കൊണ്ട് അത് എന്താണ് അതിന്റെ വിധി, അവളുടെ ശബ്ദം തന്നെ ഔറത്താണോ എന്നുള്ളതാണ് ചർച്ച. ഈ വിഷയത്തിൽ അൽ-ലജ്നത്തു ദായിമ സൗദി അറേബ്യയിലെ നമ്മൾക്കറിയാം, നമ്മൾ പലതവണ വായിച്ചതാണ് അവരുടെ ഫത്വകൾ. ഔദ്യോഗിക ഫത്വ ബോർഡായ അൽ-ലജ്നത്തു ദായിമ അവരോട് ചോദിക്കുന്നൊരു ചോദ്യവും അതിന് അവർ നൽകുന്ന മറുപടിയുമാണ് ഇൻഷാ അല്ലാഹ് വായിക്കുന്നത്. ചോദ്യം: ഹൽ സഹീഹുൻ മാ യുഖാലു ബി അന്ന സൗതൽ മർഅതി ഔറ? സ്ത്രീയുടെ ശബ്ദം ഔറത്താണ് എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെയുള്ള സംസാരം അത് ശരിയാണോ? സ്ത്രീയുടെ ശബ്ദം തന്നെ ഔറത്താണ് എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം. അതിനുള്ള മറുപടി: അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വബഅദ്. ഹംദും സ്വലാത്തും സലാമും ചൊല്ലിയതിനു ശേഷം മറുപടി പറയുന്നു: ഫലൈസ സൗതുൽ മർഅതി ഔറതൻ ബിഇത്ലാഖിൻ. അവർ പറയുന്ന മറുപടി: സ്ത്രീയുടെ ശബ്ദം ഔറത്തല്ല, നിരുപാധികമായി. മുത്ലഖൻ അവരുടെ ശബ്ദം ഔറത്തല്ല. فإن النساء كن يشتكين إلى النبي صلى الله عليه وسلم. സഹാബ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പരാതി പറയാറുണ്ട്. വയസ്അൽനഹു അൻ ശുഊനിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാറുണ്ട്. വയഫഅൽന ദാലിക മഅൽ ഖുലഫാഇർ റാഷിദീന റളിയല്ലാഹു അൻഹും. ഈ ഒരു കാര്യം സ്ത്രീകൾ ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടത്തിലും അവരത് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ കാര്യങ്ങൾ ചോദിക്കാനും അവരുടെ പരാതികൾ ബോധിപ്പിക്കാനൊക്കെ ഭരണാധികാരിയുടെ അടുത്തേക്ക് ചെല്ലുക, അവരോട് സംസാരിക്കുക എന്നുള്ളത് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വഉലാത്തിൽ ഉമൂരി ബഅദഹും, ഇനി ഖുലഫാഉർ റാഷിദുകൾക്ക് ശേഷമുള്ള ഭരണാധികാരികളോടും സ്ത്രീകൾ, അക്കാലഘട്ടത്തിലെ സ്ത്രീകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വയുസല്ലിംന അലൽ അജാനിബ്, അതുപോലെ തന്നെ അന്യ പുരുഷന്മാരോട് അവർ സലാം പറഞ്ഞിട്ടുണ്ട്. വയറുദ്ദൂന സലാം, അതിനുള്ള മറുപടി അവർ തിരിച്ച് അവരോട് പറഞ്ഞിട്ടുമുണ്ട്. വലം യുൻകിർ ദാലിക അലൈഹിന്ന അഹദും മിൻ അഇമ്മത്തിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ഇമാമുമാരായ പണ്ഡിതന്മാരായ ഒരാളും അവരെ, ആ സ്ത്രീകളെ അതിന്റെ പേരിൽ എതിർത്തിട്ടില്ല. വലാകിൻ, ഇതാണ് അതിന്റെ ഒരു അടിസ്ഥാനമുള്ളത്. സ്ത്രീയുടെ ശബ്ദം കേൾക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു അത്യാവശ്യ കാര്യം അല്ലെങ്കിൽ ഒരു കാര്യത്തിന് സംസാരിച്ചു, ആ സംസാരം കേട്ടു എന്നുള്ളത് എന്തല്ല, ആ സംസാരം ഔറത്തല്ല, അതാണ് അതിന്റെ അടിസ്ഥാനം. വലാകിൻ, എന്നാൽ ലാ യജൂസു ലഹ അൻ തതകസ്സറ ഫിൽ കലാം, എന്നാൽ സംസാരിക്കുന്ന സ്ത്രീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ അവൾ അവളുടെ സംസാരത്തിൽ ഒരിക്കലും കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ടുള്ള സംസാരം, അതൊരിക്കലും അവൾക്ക് അനുവദനീയമല്ല. വലാ തഖ്ളഅ ഫിൽ ഖൗലി, സംസാരത്തിൽ ഒരിക്കലും മൃദുവായ സംസാരം, താഴ്മയോടുകൂടിയുള്ള സംസാരം, അതും പാടില്ല. കാരണം ലിഖൗലി അല്ലാഹി തആല, അല്ലാഹു തആലയുടെ വചനം സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്ത് കാരണത്താൽ. അതിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് പറയുന്ന കൽപ്പനയുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവരോട് നടത്തുന്ന കൽപ്പന സൂറത്തുൽ അഹ്സാബിന്റെ 32-ാമത്തെ ആയത്തിൽ കാണാം. യാ നിസാ അൻ-നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ
ഇനി തഖൈതുന്ന, നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ നിങ്ങൾ മറ്റു സ്ത്രീകളെപ്പോലെയുള്ളവരല്ല, നിങ്ങൾക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളും സ്ഥാനങ്ങളും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മറ്റു സ്ത്രീകളെപ്പോലെയല്ല മഹത്വത്തിലും അതിന്റെ സ്ഥാനങ്ങളിലൊന്നും. അതുകൊണ്ട് ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, നിങ്ങൾ സംസാരത്തിൽ താഴ്മ കാണിക്കരുത്. സംസാരത്തിൽ ഒരു ഭംഗി കൂട്ടുന്ന സംസാരം നിങ്ങൾ നടത്തരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫയത്മഅൽ ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ ആഗ്രഹിച്ചു പോകും, അവർക്ക് ഒരാഗ്രഹം വന്നുപോകും ആ സംസാരത്തിലൂടെ തന്നെ. വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ വളരെ നല്ല സംസാരങ്ങൾ, മാന്യമായ നല്ല രൂപത്തിലുള്ള സംസാരങ്ങൾ നിർവഹിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടുള്ള കൽപ്പനയായി പറഞ്ഞിട്ടുള്ളത്. തഫ്സീറുകളിൽ കാണാം, തഫ്സീറുൽ മുയസ്സറിലൊക്കെ കാണാം, വഹാദ അദബുൻ വാജിബുൻ അലാ കുല്ലി ഇംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് മാത്രമുള്ള അദബല്ല, മര്യാദയല്ല, മറിച്ച് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഓരോ സ്ത്രീയും നിർബന്ധമായി പാലിക്കേണ്ട ഒരു മര്യാദയാണ്. സംസാരത്തിൽ കൊഞ്ചിക്കുഴഞ്ഞുള്ള അല്ലെങ്കിൽ താഴ്മയോടുകൂടിയുള്ള മൃദുവായിക്കൊണ്ടുള്ള സംസാരം അത് നടത്താൻ പാടില്ല. കാരണം സംസാരം കേൾക്കുന്ന പുരുഷന്മാർ എല്ലാവരും ഒരുപോലെയല്ല. ഹൃദയത്തിൽ അസുഖമുള്ള അല്ലെങ്കിൽ വൃത്തികേടുകൾ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആഗ്രഹം വന്നുപോകും. കാരണം സ്ത്രീയുടെ ശബ്ദം ഒരുപക്ഷെ അവരെ ഫിത്നയിലാക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ആയത്താണ് ഉള്ളതിനാൽ തന്നെ സ്ത്രീകൾ ഈ രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. സംസാരത്തിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. കാരണം ലിഅന്ന ദാലിക യുഗ്രി ബിഹ റിജാല, ഈ ഒരു സംസാരം, ഈ കൊഞ്ചിക്കുഴഞ്ഞുള്ള അല്ലെങ്കിൽ താഴ്മയോടുകൂടിയുള്ള സ്ത്രീയുടെ സംസാരം പുരുഷന്മാരെ ആ സ്ത്രീയിലേക്ക് മനസ്സുവെപ്പിക്കും, ആ സ്ത്രീയിലേക്കൊരു താല്പര്യമുണ്ടാക്കും, അവരെ ആ പുരുഷന്മാരെ സ്ത്രീയിലേക്ക് ആശ വെപ്പിക്കും, അവർക്ക് ആ രൂപത്തിലൊരു താല്പര്യം ജനിപ്പിക്കാൻ ഈ സംസാരം കാരണമാകും. പുരുഷന്മാരെ വശീകരിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്നതിലേക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ സംസാരം എത്തിക്കും. സ്ത്രീകളിലേക്കുള്ള ഒരു ആകർഷണം എന്തുവരും, ഈ ഒരു സംസാരത്തിലൂടെ ഉണ്ടാകും. വയകൂനു ഫിത്നതൻ ലഹും കമാ ദല്ലത് അലൈഹിൽ ആയത്തുൽ മദ്കൂറ, പറയപ്പെട്ട ഈ സൂറത്തുൽ അഹ്സാബിൽ 32 ആയത്തിൽ പരാമർശിച്ചതുപോലെ അത് അവർക്കൊരു ഫിത്നയായി മാറും. അതാണ് അൽ-ലജ്നത്തു ദായിമ നൽകുന്ന മറുപടി. വബില്ലാഹി തൗഫീഖ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാന വിധി പറഞ്ഞു. ഒരു സ്ത്രീയുടെ സംസാരം എന്നുള്ളത് ഔറത്തല്ല. എന്നാൽ സ്ത്രീ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഈ താഴ്മയോടുകൂടിയുള്ള കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരം അവരെ ഫിത്നയിലാക്കാൻ കാരണമാകും. സ്ത്രീകൾ സംസാരിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ, അവരൊക്കെ പറഞ്ഞത് കാണാം, ഈ സ്ത്രീയുടെ ശബ്ദം എന്നുള്ളത് ഔറത്തല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ മൃദുവായി സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു ഫിത്നയാണ്. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലൊക്കെ പറഞ്ഞതുപോലെ സ്ത്രീയുടെ സംസാരം നമ്മൾ ഔറത്താണ് എന്ന് പറയുന്നില്ല, മറിച്ച് അവൾ മൃദുവായി ഭംഗി കൂട്ടി സംസാരിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വാചകത്തിന്റെ ഒരു ഭാഗം പറയാം. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല, സൗത്തുൽ മർഅത്തി ഇദാ റഖഖത്ഹു യുഖാലു ഫീഹി ഫിത്ന വലാ യുഖാലു ഫീഹി ഔറ. ഒരു പെണ്ണ് സംസാരിക്കുമ്പോൾ മൃദുവായി ഭംഗി കൂട്ടി സംസാരിച്ചാൽ, കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിച്ചാൽ അത് ഫിത്നയാണെന്ന് പറയാം. അത് ആ വിഷയത്തിൽ സ്ത്രീയുടെ സംസാരം ഔറത്താണ് എന്നല്ല പറയുക എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ ഇബ്നു ബാസ് റഹിമഹുല്ല അവരൊക്കെ ഈ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ബാസ് റഹിമഹുല്ല പറഞ്ഞ ഫത്വയുടെ ഭാഗം കാണാം, സൗത്തുൽ മർഅത്തി ലൈസ ബിഔറത്തിൻ, ഒരു പെണ്ണിന്റെ ശബ്ദം അത് ഔറത്തല്ല. കാരണം അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ കലാമൻ നിസ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ സംസാരം കേട്ടിട്ടുണ്ട്. വസമിഅഹു അസ്സഹാബ, സഹാബത്ത് അത് അവരുടെ ശബ്ദം കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വകുന്ന യസ്അൽന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബ സ്ത്രീകൾ സംശയം ചോദിക്കാറുണ്ട്. വസ്സഹാബത്തു യസ്മഊൻ, സഹാബത്ത് അവിടെ സദസ്സിലുണ്ടെങ്കിൽ അത് കേൾക്കാറുണ്ട്. അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അസ്ലൻ അടിസ്ഥാനപരമായി എന്തല്ല, പിന്നെ ആ ശബ്ദം തന്നെ ഔറത്താണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാന വിധി നമ്മൾ പറഞ്ഞു. ഒരിക്കലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സ്ത്രീയുടെ ശബ്ദം ഔറത്തല്ല. എന്നാൽ സ്ത്രീയുടെ ശബ്ദം കൊണ്ടുണ്ടാകുന്ന ഫിത്ന, അവർ സംസാരത്തിൽ അത് മൃദുവായി സംസാരിച്ചു അല്ലെങ്കിൽ കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് പാടില്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സ്ത്രീയോടുള്ള സംസാരം ആവശ്യത്തിനായിരിക്കണം. അത് ആവശ്യത്തിന്റെ തോതനുസരിച്ചായിരിക്കണം. കൂടുതൽ അന്യ സ്ത്രീകളോട് ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കുക, തമാശ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിത്നയിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ സംസാരത്തിൽ ഫിത്ന ഭയപ്പെട്ടു കഴിഞ്ഞാൽ ഈ സംസാരം തുടക്കത്തിൽ ഒരു കാഴ്ചയായിരിക്കും, പിന്നീട് ഒരു ചിരിയായിരിക്കും, പിന്നീട് അത് ഒരു സലാം പറച്ചിലായിരിക്കും, പിന്നീട് അതൊരു സംസാരമായി മാറും, പിന്നീട് അതൊരു ഇങ്ങനെ പല അവസ്ഥയിലേക്കും അത് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമായ സംസാരം തന്നെ, ചിലപ്പോൾ ദീനീയായ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നതും മറുപടി പറയുന്നതും. അതിലൊരു ഫിത്ന മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അംനുൽ ഫിത്നയിൽ നിന്നുള്ള നിർഭയത്വം എന്നുള്ളത് വളരെ പ്രധാനമാണ്. സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഫിത്ന ഭയപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് വിട്ടുനിൽക്കണം. അതുപോലെ തന്നെ സ്ത്രീകളുമായി ഒറ്റപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു സ്ത്രീയുടെ ശബ്ദം എന്നുള്ളത് മുത്തലഖൻ നിരുപാധികമായി എന്തല്ല ഔറത്താണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു തആല അലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു